ശുഭദിനം നേരുന്നു. നൈർമല്യമുള്ളവരിലേക്ക് മനസ്സ് തുറക്കുക എന്നതാണ് ജീവിതത്തിൽ ആശ്വാസം ലഭ്യമാകുന്നതിന് ഒരു വഴി. നമ്മുടെ ചുറ്റും മനം കവരുന്ന വാക്കുകൾ കൊണ്ട് നമ്മെ ആകർഷിക്കുന്ന ഒട്ടേറെ ആളുകളെ കാണാം. എന്നാൽ നമ്മുടെ മനസ്സറിയുന്ന വാക്കുകൾ പകർന്നു നൽകാൻ നമ്മെ നന്നായി അറിയുന്ന മനസ്സലിവുള്ളവർക്ക് മാത്രമേ കഴിയൂ. ഒരു വിലാപത്തിൽ പങ്കെടുക്കുമ്പോൾ കരയരുതെന്ന് വെറുതെ പറയുന്ന ആളുകളെക്കാൾ നമ്മുടെ കൈകൾ ചേർത്ത് പിടിച്ച് ഹൃദയപൂർവ്വം ഒപ്പം കണ്ണീർ പൊഴിക്കുന്നവരുടെ സാന്നിധ്യമാവാം നമ്മെ ആശ്വസിപ്പിക്കുന്നത്. തത്വചിന്തയിൽ ഇതിനെ സഹാനുഭൂതി അഥവാ എമ്പതി എന്നും ദൈവശാസ്ത്രത്തിൽ ഇതിനെ സ്നേഹ കൂട്ടായ്മ എന്നും പറയും. നമുക്കുള്ള അതേ സങ്കടങ്ങളും പോരാട്ടങ്ങളും ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരുമായി ഹൃദയപൂർവ്വം സംസാരിക്കുന്നതൊക്കെ ഇരുകൂട്ടർക്കും വലിയൊരു ആശ്വാസമാണ്. നമ്മൾ കേൾവിക്കാരനാകുമ്പോൾ മറ്റൊരാളുടെ മുറിവ് ഉണക്കാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ളവർ ഉണ്ടാകുന്നത് ഒരു വലിയ പുണ്യമാണ്. നേടുക. ശുഭദിനം നേർന്നുകൊണ്ട് തോമസ് പി ജോൺ.